ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാർ, ഇങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിൽ ആണല്ലോ എല്ലാ രക്ഷിതാക്കൾക്കും. അങ്ങനെയുള്ള മക്കള് ഒരു നല്ല ഇതിലെത്തിക്കാണണം എന്നാണ് ആഗ്രഹം. അപ്പം അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ, അതായത് മക്കളുടെ അങ്ങനെ വരുമ്പോൾ മക്കളുടെ മനസ്സിൽ അവർക്ക് ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളത് മറന്നു പോവുകയാണ്. അപ്പം അവരുടെ ആഗ്രഹങ്ങളും എന്താ പറയുക സ്വപ്നങ്ങളും അടിച്ച് ഇവരിലേക്ക് ഏൽപ്പിക്കുകയാണ്. പക്ഷേ ഇവർ അതൊന്നും തിരിച്ചറിയാതെ ഇങ്ങനെ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് മൂവി ഉണ്ട്. പണ്ട് പറയില്ല സാർ, നിന്നെയൊക്കെ നോക്കുന്ന നേരം കൊണ്ട് പഴയ ആൾ ഒരു വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണെന്നൊക്കെ പണ്ടുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞ ചൊല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് വാഴ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹിറ്റായിട്ട് ഒരു മൂവി ഉണ്ട്. അതിൽ ഈ പറഞ്ഞ മാതിരി അച്ഛനും അമ്മയും അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ മക്കളുടെ പ്രതീക്ഷയായിട്ട് വളർത്തുക. അവർ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത കുട്ടികളായിട്ട് ഇങ്ങനെ ഇതാവുക. അപ്പം ആ ഒരു ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ സാറേ? ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ ആളുകളിലൂടെ കേട്ടു, ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമ. എൻ്റെ മക്കളും പറഞ്ഞു ഇത് കാണണം പപ്പ എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. എന്നാലും ഇതിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങളും അവരുടെ അവരെ ഇൻസിസ്റ്റ് ചെയ്യണു അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കുന്നു എന്നുള്ളത് ഒരു വേർഷനാണ്. പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. കാരണം ഏത് രക്ഷിതാക്കളും അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ വളരെ കഷ്ടപ്പെട്ടിട്ട് വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് വരുമ്പോൾ അവരുടെ മനസ്സിലാഗ്രഹം എൻ്റെ കൊച്ചിനെങ്കിലും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല അറിവ് കൊടുത്തിട്ട് അവരെ ഇതല്ലാത്തൊരു മേഖലയിൽ വളർത്തണം, അതിലേക്ക് ആക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരിൽ ഉടലെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മളവിടെ ഈ പ്രശ്നം വരുന്നത് വെച്ചാൽ ആ കൊച്ചും ഈ രക്ഷിതാക്കളും തമ്മിലുള്ള ആ ഒരു വൈബ്, ആ ഒരു കെമിസ്ട്രി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഈ കുട്ടിയുടെ ടാലൻസ് എന്താണെന്നുള്ളത്, ഏത് കാര്യങ്ങളിലാണ് മേഖലയിലാണ് കുട്ടിക്ക് കഴിവുള്ളത്, കപ്പാസിറ്റിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് പതുക്കെ കൊണ്ടുവരണം. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കുട്ടികൾ കമ്പനി കൂടുമ്പോൾ അവരെ ഏജിലുള്ള ആളുകൾ കമ്പനി കൂടുമ്പോൾ അവർ പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ മറക്കുകയാണ്. എല്ലാ രക്ഷിതാക്കളും അങ്ങനെയാണല്ലോ, രക്ഷിതാക്കൾ അങ്ങനെ തന്നെയാണ്, പഠിപ്പിക്കലും അടിക്കലും ഒക്കെ ആണെന്നുള്ള അവരെത്തുമ്പോൾ അവരൊരു ഗ്രൂപ്പും ഇവരുടെ ഒരു ഡിസ്കഷനാണ് അവിടെ അപ്പോൾ അതിനെ ഇമ്പോർട്ടൻസ് അപ്പോൾ അവിടെ രക്ഷിതാക്കളുടെ ഡിസ്കഷൻ അവിടെ മാനിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഇമോഷണൽ ടച്ച് ഒരു കുട്ടിയിൽ ഉണ്ടാക്കണമെങ്കിൽ ആ കുട്ടിയും ഈ അച്ഛനും തമ്മിൽ ഒരു ബോണ്ട് വേണം. ആ ബോണ്ട് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്തപ്പോഴാണ്, ഇമോഷൻ ശരിക്കും വർക്ക് ചെയ്യാത്തപ്പോൾ ഇത്തരം കുട്ടികൾ മറ്റുള്ളതിന് പ്രാധാന്യം കൊടുക്കുകയും അവർ കൂട്ടുകെട്ടിന് പ്രാധാന്യം കൊടുക്കുകയും അവർ പറയുന്നത് എന്താണോ അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ള അവരപ്പോൾ ചിന്തിക്കുന്നില്ല. അതിലേക്കാണ് കൂടുതൽ ഇത്. അപ്പോൾ കുറച്ച് വലിപ്പം കൂടി വെക്കുമ്പോൾ ഒരു 10-15 വയസ്സ് അഡോളസൻസ് ഏജിലേക്ക് വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് പിന്നെ അത് രക്ഷിതാക്കൾ പറഞ്ഞത് അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ പറഞ്ഞാലും കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആഴിപ്പോൾ വഴക്ക് പറയുകയാണെന്ന് വെച്ചാൽ കുറച്ച് നേരം വഴക്ക് പറഞ്ഞോട്ടെ, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൺ ഒരു ക്യാഷിൻ്റെ കാര്യം വരെ നമ്മോട് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാനില്ലാത്ത നമ്മളെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യം കുട്ടികൾ അവതരിപ്പിച്ചാൽ ചില കുട്ടികളിലെങ്കിലും അതിലൊന്നും അച്ഛൻ ഇപ്പോൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, അച്ഛൻ തരേണ്ടതല്ല, അച്ഛൻ്റെ ഡ്യൂട്ടിയല്ലേ പൈസ തരേണ്ടത്, അത് നിങ്ങളെവിടെ വെച്ച് വാങ്ങി തരേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, പിന്നെ എന്തിനാ ഞങ്ങൾ മക്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ആ സെൻസിലാണ്. അതല്ലെങ്കിൽ നമ്മളെ കാലഘട്ടത്തിൽ നമുക്ക് തോന്നിയിരുന്നത് ഫാദറിൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അത് ഫാദറിന് കഴിയാത്തതുകൊണ്ടാണ്, ഫാദറിൻ്റെ ശമ്പളം കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഈ മാസത്തെ എക്സ്പെൻസ് കൂടുതലാണ്, വീടിൻ്റെ മറ്റ് പണികളൊക്കെ നടക്കുന്നത്, എങ്ങനെയുള്ള ചിന്ത നമുക്ക് വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചിന്ത കുട്ടികളിലേക്ക് പോകുന്നേ ഇല്ല. അതിന് കുറേ കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ രക്ഷിതാക്കളും മനസ്സുകൊണ്ടെങ്കിലും പറയുന്നത് വെച്ചാൽ ഞാൻ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, എൻ്റെ കുട്ടികൾ കഷ്ടപ്പാട് അനുഭവിക്കരുത്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഞാൻ കടം വാങ്ങിയതും കാര്യങ്ങളും ഒന്നും ആരോടും പറയാതെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. കാരണം എൻ്റെ അഭിമാനം അല്ലെങ്കിൽ അവരെ മുമ്പിൽ കാണിക്കേണ്ട, അവരത് കഷ്ടപ്പാട് അറിയണ്ട എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അത് ഇത്തരത്തിലേക്ക് എത്തുമ്പോൾ അവർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഫിലിമിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്ത്, ഈ 5-6 അച്ഛന്മാർ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, ആ പേരൻസിന് അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, അവർ കുട്ടി ഇങ്ങനെയൊക്കെ ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം എന്നൊക്കെ, വക്കീലാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കുട്ടികളെ മൈൻഡ് സെറ്റ് അതേ അല്ല. കുട്ടികൾക്ക് ഇങ്ങനെ ജോലി അടിച്ച് പോകണം, അവരപ്പോൾ ആ പഠനത്തിലൊന്നും പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പഠനത്തിൽ ബാക്ക്വേർഡാണ്. എന്നാൽ വേറെ എന്തെങ്കിലും സ്കില്ലിലേക്ക് വരുമോ അതുമില്ല, ഒന്നിലൊരു ഫോക്കസ്ഡ് അല്ല. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് അവർക്കൊരു എൻജോയ് ചെയ്യുക, ജസ്റ്റ് ടൈം പാസ് എൻജോയ് ചെയ്തിങ്ങനെ പോവുക, അതാണ് ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അതിലൂടെ എൻജോയ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രവണതയാണ്.
അപ്പോൾ രക്ഷിതാക്കളൊക്കെ നമ്മൾ പഴയ പറയുന്നതാണ് പഠിപ്പൊന്നും ഒട്ടും പിന്നോട്ടായി. എസ്പെഷ്യലി തുടക്കത്തിൽ കുറേ നല്ല പഠിപ്പുണ്ടാവുകയും പിന്നീട് പഠിപ്പ് ബാക്ക്വേർഡ് ആവുകയും ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഇതിലും നല്ല എനിക്ക് ഈ പൈസ ചിലവാക്കി നിങ്ങളുടെ നല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി വേറെ വല്ല കൃഷിയോ അല്ല വാഴ എന്ത് വെച്ചിട്ട് പോകുന്നതാണ് നല്ലതെന്നൊക്കെ നമ്മൾ സാധാരണ യൂസേജ് ഉണ്ട്. പക്ഷെ അതിനും അവർക്കൊരു ഇമോഷനൊന്നുമില്ല. അത് നമ്മളൊരു ടെമ്പർ പ്രശ്നം വന്നപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞതായി അനുഭവങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ചിലവർ അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ അസുഖങ്ങളും മറ്റൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തിരിച്ച് റിവേഴ്സായിട്ട് വരുന്നവരുണ്ട്. അച്ഛനമ്മ നഷ്ടപ്പെടുമ്പോൾ തിരിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ, എന്നാൽ അനുഭവങ്ങൾ വന്നാലും അത് റിയാലിറ്റിയിലേക്ക് വരാൻ സമയമെടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സമയം കൂടുതലെടുക്കും. അതിൻ്റെ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ മാതിരി നമുക്ക് അച്ഛൻ പോകുമ്പോഴേ അച്ഛൻ്റെ വില അറിയുള്ളൂ, അമ്മ പോകുമ്പോൾ അമ്മേൻ്റെ വില അറിയുള്ളൂ. പലപ്പോഴും അവരുടെ ഉപദേശങ്ങൾ നമുക്ക് ആ സമയത്ത് ഒരു പ്രശ്നമായി തോന്നിയാലും അങ്ങനെ ഉപദേശിക്കാനും വഴക്ക് പറയാനും ഒരാളില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന ആളുകളും ഉണ്ട്. നമ്മളെ ഇന്ത്യൻ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്നാണ് തോന്നുന്നത് അതുണ്ടാവുന്ന വെച്ചാൽ ഇവിടുത്തെ കൾച്ചർ സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെ ഫോറിനേഴ്സിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫ്, വാർദ്ധക്യത്തിലുള്ള ലൈഫൊക്കെ അവർ ശരിക്കും എൻജോയ് ചെയ്യാണ്. വൈ ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു 15 വയസ്സ് വരെ കുട്ടീനെ പഠിപ്പിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുന്ന മാതിരിയാണ്. അതേ ഉള്ളൂ. ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും അവരെ പാടായി ഇനി അവർ റിയലൈസ് ചെയ്യണം, അവർ കണ്ടെത്തണം, ദേ ഷുഡ് ഫൈൻഡ് ദെയർ ഓൺ ജോബ്, എന്താണ് ടാലൻസ് എന്നുള്ളവർക്ക് അവരങ്ങ് വിടുകയാണ്. അതിൽ ചിലപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണോ, ഇനി പിന്നെ മറ്റുള്ള വേണ്ടാത്തരങ്ങൾ പോകുന്നോ, സെക്ഷൽ അബ്യൂസ് നടക്കണോ, ഇതിലൊന്നും ദേ ആർ നോട്ട് ബോതേഡ് അറ്റ് ഓൾ. അവർ കഴിഞ്ഞു. അപ്പോൾ അവരിലെ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഉടലെടുത്തിട്ട് അങ്ങനെ ആ കൾച്ചർ അവരിങ്ങനെ കണ്ട് വരികയാണ്. പക്ഷേ നമ്മളങ്ങനെയല്ല, നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അപ്പോൾ ഇവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഇതില്ല. അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മൾ തന്നെ ജീവിക്കാതെയാണ് നമ്മൾ കൊച്ചുങ്ങളെ വളർത്തുന്നത്. നമ്മൾ ജീവിതം പണയം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സ് മാക്സിമം ബാങ്കിൽ നിന്നും മറ്റോ ലോൺ എടുത്തിട്ട് ബാങ്കിൻ്റെ വിളിയും അതിനെ അതിജീവിക്കാനും നമ്മൾ കഷ്ടപ്പെടുകയാണ്. ഇതൊന്നും കുട്ടികൾ അറിയുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് മാക്സിമം നമ്മൾ സന്തോഷം കൊടുത്തിട്ട് അവരതാക്കി വളർത്തണം എന്നുള്ളതാണ് നമ്മളെ സെൻസ്. പക്ഷേ കുട്ടികൾ അത് എടുക്കുന്നത് വേറെ തരത്തിലാണ്. അത് ബുദ്ധിമുട്ടൊന്നുമില്ല, ആ പൈസയൊക്കെ പപ്പ എവിടെയെങ്കിലും വാങ്ങിക്കോളും. എവിടുന്ന് വാങ്ങണോ, ആര് കൊടുക്കണോ എന്നുള്ളതൊന്നും അവർക്ക് പ്രസക്തിയല്ല. തിരിച്ചു കൊടുക്കണോ ഇല്ലേ എന്നുള്ളതൊന്നും അവരതിനെപ്പറ്റി ആലോചിക്കണില്ല. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വാല്യൂ ശരിക്കും അറിയണം. ഓരോന്നിൻ്റെയും പണത്തിൻ്റെ വാല്യൂ അറിയണം. അത് നമ്മളൊരു പിശുക്കത്തരായി കാണിക്കുകയല്ല വേണ്ടത്. അത് നല്ല സെൻസിൽ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അത് കുറച്ച് ഓരോ സ്റ്റേജിൽ അമ്മയാണെങ്കിലും ഫാദർ ആണെങ്കിലും ഒരുമിച്ച് ചില റോളുകൾ, എൻ്റെ റോള് ഞാനെടുത്ത് എനിക്ക് അത് കവർ ചെയ്യാൻ പറ്റാത്ത മേഖല ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എൻ്റെ ഭാര്യ അത് പാച്ച് ചെയ്ത് നമ്മൾ തമ്മിലൊരു ഈഗോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും വൈഫുമായിട്ടൊരു ഈഗോ ക്ലാഷ് വെക്കാതെ അത് തരണം ചെയ്ത് കുട്ടികളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ തീർച്ചയായിട്ടും വാഴ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ന് വളരെയധികം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഹിറ്റായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് കുട്ടികൾ ആ വാല്യൂസ് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് പറയുന്ന സംഭാഷണങ്ങളൊക്കെ ഞാനടക്കം വരുന്ന ആളുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. രക്ഷിതാക്കളുടെ പ്രതീക്ഷകൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, നല്ലതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നീടായിരിക്കും അത് മനസ്സിലാവും. ഇപ്പോൾ സാറ് പറഞ്ഞതുമാതിരി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം നാളെ നമ്മളും അതേ സ്ഥാനത്ത് തന്നെ തിരിച്ച് എത്തും. അപ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.